എൻ്റെ വീഡിയോ വരാൻ വളരെയധികം ആഗ്രഹത്തോടെ ഇരിക്കുമായിരുന്നു. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഫേമസ്, ഞാൻ ഇത്രയും ഫേമസ് ആയ ഒരാളുടെ കൂടെ വീഡിയോയിൽ വരുമ്പോൾ എന്താണ് ഭയങ്കര പ്രൗഡാണ്. ഞാൻ അഭിമാനത്തോടെ ഇവൻ്റെ അനിയനാണ്, ആൽബിൻ്റെ അനിയനാണ് വാവുട്ടി. ഇതാണ് ഫെബിക്കട്രി. എൻ്റെ അല്ലല്ല, എൻ്റെ പഴയ പേര് ഫെബിൻ സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഴയ ഒരു പ്രസ്ഥാനത്തിലെ സെക്രട്ടറി അത് വിളിച്ചത്. വെൽക്കം ടു വ്ലോഗർ ഓഫ് അഗെയിൻ, ഇറ്റ്സ് മീ യുവർ ഫെബിൻ. ലിറ്ററലി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, കൊറോണയുടെ സമയത്ത് എന്ന് വെച്ചാൽ 2021-2022 ഏറ്റവും പോപ്പുലറായ ബിസിനസ് എന്താണെന്ന്? ഓ ഗായ്സ്, മഴ. ഈ കറക്റ്റ് വ്ലോഗ് എടുക്കാൻ നേരത്തെ ഒരു മഴയും വീഴും. മഴ കാണുന്നുണ്ടോ? എങ്ങനെ കാണാനാണ്? ചെറിയ ചാറ്റൽ മഴയാണ്. നമുക്കകത്ത് കയറുന്നില്ല. എപ്പോഴാ എത്ര പേർക്ക് ഈ സാധനം അറിയാം? നിവർത്തുക. സോ നമ്മുടെ കുടക്കൂട്ടനാണ്. ഭയങ്കര ഫേമസ് ആട്ടോ ഈ കുട, ഭയങ്കര ഫേമസ് ആണ്. അത്രയ്ക്കില്ല. എന്നെ കാണുന്നുണ്ടോ? ഇപ്പം സേഫ് അല്ലേ? മൊബൈൽ സേഫ് ആക്കണം. അപ്പോൾ ഈ മഴയും നമ്മുടെ വ്ളോഗിനിടയിൽ ഒരു വിഷയമായി വരരുത് ഗൈസ്. വീഡിയോ ഒന്ന് ഓഫായി പോയി, ഒന്ന് തുടർന്ന് ഗൈസ്. എത്ര മഴ വന്നാലും എത്ര കാറ്റ് വന്നാലും നമ്മൾ വ്ളോഗ് എടുക്കും ഗൈസ്, ഒരിതുമില്ല. അപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. നിങ്ങൾക്ക് എത്ര പേർക്ക് കൊറോണ കാലഘട്ടം ഓർമ്മയുണ്ട്? കൊറോണ കാലഘട്ടം 2021-2022 തോന്നുന്നു കൊറോണയുടെ അല്ലേ ഏറ്റവും അല്ല ആ കാലഘട്ടം 2-3 വർഷം നീണ്ടു നിന്നുള്ളൂ. അതിന് അവിടെ ഇന്ത്യക്കാർ ഓടിച്ചു വിട്ടു. ഇന്ത്യക്കാർ മൊത്തത്തിൽ കൺഫ്യൂഷൻ. ലിറ്ററലി ബാക്ക് ടു ദ വ്ളോഗ് ഗൈസ്. അതൊക്കെ വിട്ടേക്ക്. മഴ കുറഞ്ഞ കേട്ടോ, മഴ കുറഞ്ഞേ. നമുക്ക് കുട വെക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലറായിട്ട് നടന്ന അതന്നല്ലേ ഞാൻ പോയി പറഞ്ഞത്, പോപ്പുലറായിട്ട് നടന്ന ബിസിനസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രേസ് തോന്നിയ സാധനം ലിറ്ററലി ദാറ്റ് ഈസ് ചെടി ഗൈസ്. ചെടിയുടെ ഇംഗ്ലീഷ് എന്താണ്? ഫ്ലവർ. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോ? ചെടിയുടെ ഇംഗ്ലീഷ് ചെടി, ട്രീ, പ്ലാന്റ്സ് മരങ്ങളല്ലേ? എന്തെങ്കിലും ആയിട്ട്. അപ്പോൾ ഗൈസ് ആ സാധനം, അപ്പോൾ ആ ചെടിയാണ് അന്നത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്, ക്രേസ് തോന്നിയത്. എന്ന് വെച്ചാൽ ഭയങ്കര, എന്ന് വെച്ചാൽ നമ്മുടെ ഈ എൻ്റെ കൊച്ചമ്മച്ചിയൊക്കെ വന്ന് പറയുമായിരുന്നു, എടാ മോനെ പണ്ട് പശുവിന് കൊടുത്ത പുല്ലൊക്കെയാടാ ഇന്ന് പിന്നെ തട്ടുവെയിനും പല വെയിൽസായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ സത്യമാണ്, കള്ളം പറഞ്ഞാൽ സത്യമാണ്. എന്താണെന്നറിയില്ല, നമ്മളുടെ പ്രകൃതിക്ക് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് ഭയങ്കര താല്പര്യം. അതുകൊണ്ട് കടുത്ത മഴയാണ് ഗൈസ്. ബാഡ് റെസ്പോൺസ് ബൈ ദ എർത്ത്. ഇന്ന് ഞാൻ നേച്ചറിൻ്റെ വീഡിയോ എടുക്കാനാണെന്ന് വിചാരിച്ചത്. എൻ്റെ മഴ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എന്തൊരു മഴയാണോ ഇത്? കാണുന്നുണ്ടോ? മഴത്തുള്ളി കാണുന്നുണ്ടോ? എൻ്റെ കയ്യിലോട്ട് നോക്കൂ. അവിടെയൊക്കെ മഴയുണ്ടോ ഗൈസ്? പറയൂ. എൻ്റെ സ്പെഷ്യൽ കുട കാണിച്ചു തരാവേ. ദിസ് ഈസ് മൈ സ്പെഷ്യൽ കുട. എന്നാലും ഗൈസ് ഞാൻ തുടരാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ചെടികളോടുള്ള ആൾക്കാർക്കുള്ള ക്രേസ് ജസ്റ്റ് ലാസ്റ്റഡ് ഫോർ 2 years. 2 വർഷങ്ങൾക്ക് എങ്ങാണ്ട് ആ ഒരു ക്രേസ്, ആ ഒരു ബിസിനസ് ഭയങ്കര ഹൈ ബിസിനസ് ആവുള്ളൂ. എവിടെ നോക്കിയാലും ചെടിക്കട, എവിടെ നോക്കിയാലും ചെടിച്ചട്ടിക്കട. അത്രയും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇല്ല. പിന്നെ ഭയങ്കരമായിട്ട് ക്രേസ് ഉള്ളവർ മാത്രമേ അങ്ങോട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിന്ന് നമ്മളുടെ വീട്ടിലെയും ചെറിയ ദേശങ്ങളിലെയും ചെടിക്കടാകരങ്ങളെ പോയൊന്ന് സന്ദർശിക്കാം. അപ്പോൾ അവയുടെ പേരുകളും അവയുടെ പ്രത്യേകതകളും നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ നമ്മുടെ മലയാള തനിമയ്ക്ക് നഷ്ടപ്പെട്ട ആ ചെടികളോടുള്ള ക്രേസ് ഉണ്ടല്ലോ, ഞാൻ തിരിച്ചു പിടിക്കാൻ പോവാം. ഈ ഫെവിൻ തിരിച്ചു പിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ ക്രേസ് തിരിച്ചു പിടിക്കാം. ഇന്നിവിടെ കാണുന്ന നമ്മുടെ വീട്ടിലുള്ളതും നമ്മളുടെ ദേശങ്ങളിലുള്ളതുമായ ചെടികളെ നമ്മളിന്ന് പോയി സന്ദർശിക്കാൻ പോവുകയാണ്. ഫോർ യു ഗൈസ്. ചെടികളുടെ പേര്, ചെടികളുടെ ചരിത്രം, ചെടികളുടെ ജീവചരിത്രം എല്ലാം പഠിച്ചറിഞ്ഞ് അരക്കി കളക്കി കുളിച്ച ആളല്ല ഞാൻ. സോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എന്നാലും നമുക്കൊന്ന് നോക്കാം. പലതരം ചെടികളുണ്ട് ഗൈസ്. പക്ഷേ ചെടിയാണോ എന്നറിയത്തില്ല. ലിറ്ററലി എന്താണ് സംഭവം? സത്യം പറഞ്ഞാൽ ചെടികളിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ചെടികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കേണ്ടത്. ബട്ട് ചിലർ വീട്ടിലും അതില്ല. സോ ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റഡി ഐ വാസ് ജസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ മൈ ഫ്രം മൈ ഐസ് ടു മൈ ഐസ്. കണ്ണിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഇവിടെ ക്യാപ്ഷൻ കൊടുത്തേക്കാം ഞാൻ എന്താ ഉദ്ദേശിച്ചു വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് തുളസി.
എത്ര പേർക്ക് ഈ തുളസി അറിയാം? ഇതിൻ്റെ വളരെ പ്യുവറായിട്ടുള്ള ഓക്സിജൻ നൽകുന്ന വളരെ ഫെയിം ബിൽഡ് ചെയ്യുന്ന ഒരു തുളസിക്കതിർ നെല്ലിയെടുത്ത് സോ മെനി സോങ്സ് ആദ്യ. സോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തുളസി എന്ന് പറഞ്ഞാൽ വളരെ ഗുണങ്ങളുള്ള വളരെ ഔഷധപരമായിട്ടുള്ള ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ ചാവടി കഴിഞ്ഞോ? ഓ വീഡിയോ എടുക്കുക വായ്പില്ല ബ്രദർ. അതെ ഇവിടെ അനക്കം കേൾക്കുന്നു, പക്ഷെ റൂം വളർന്നപ്പോൾ ഒന്നുമില്ല. ആ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തുളസി. ഇത് എല്ലാവരും നട്ടുപിടിപ്പിക്കണം കേട്ടോ. ഈ തുളസി എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെയും വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട്, കാരണം ഇത് ചുമ്മാ വെള്ളത്തിലിടാൻ മാത്രമല്ല. ഞാൻ ഈ തുളസിയുടെ ഗുണങ്ങൾ എവിടുന്നാണ് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂമ്മമാരൊക്കെ പറഞ്ഞിട്ടാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന. അല്ല, നമ്മുടെ എൻ്റെ അമ്മ വെള്ളത്തിൽ തുളസി ഇട്ടപ്പോൾ ദാറ്റ് ടേസ്റ്റ് ഡിഫറെൻറ്റ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് തോന്നി. അന്ന് എനിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നി. അപ്പോൾ അന്ന് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ എന്താണ് ഇതിൽ ചേർത്തത്? അമ്മ പറഞ്ഞു തുളസിയാണ് ചേർത്തത്. അങ്ങനെയാണ് തുളസിയെ പറ്റി കേൾക്കാൻ തുടങ്ങി. ഇത് നടന്നത് ഏത് വർഷമാണ് സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല. സോ അതിനെപ്പറ്റി ചോദിക്കണ്ട, ഓക്കെ. ഇനി അതിൻ്റെ പേര് കടത്തക്കര കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ ഔഷധ ചെടി എന്ന് പറയുന്നത് നമ്മുടെ സാധനം ചെയ്യേണ്ട ഇതാണ്. എത്ര പേർക്കറിയാം? ഇത് പനിക്കൂർക്ക. എടാ, പനിക്കൂർക്ക പറ്റി പറയുമ്പോൾ എനിക്ക് വാക്കുകളില്ല. കാരണം എന്താ, എനിക്കറിയത്തില്ല. അപ്പോൾ ഈ പനിക്കൂർക്ക പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. കാരണം പനി വരുമ്പോൾ ആവി പിടിക്കാൻ നേരത്ത് ഇടുന്ന സാധനമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനല്ലേ? അങ്ങനെ ആയിരിക്കും, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റ് വരുന്ന സംഭവമാണ്, എന്ത് പറയണം? ചെമ്പരത്തി പറയണോ? 10 മണി 3 മണി? 10 മണി പറയാം. 10 മണി 3 മണി 2 മണി 4 മണി. പക്ഷേ ഈ 5 മണി 6 മണിയുള്ള ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും വിരിഞ്ഞിട്ടില്ലേ സത്യം പറഞ്ഞാൽ. 3 മണി 4 മണി സത്യം 6 മണി 7 മണിയൊന്നും ഇല്ലേ സത്യം പറഞ്ഞാൽ. ഇപ്പം ടൈം ഒരു 6:30 കഴിഞ്ഞു. അപ്പോൾ 6:30 മണി ചെടി ഇല്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് 7 മണി 8 മണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഫാനാണ് ഗൈസ്. എൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ചോദ്യങ്ങൾ ഞാനിന്ന് ചോദിക്കും ഗൈസ് നിങ്ങളോട്, ഒരുപാട് ചോദ്യങ്ങൾ. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 6:30 മണി 7 മണി എന്തുകൊണ്ട് ആ ചെടികൾ കാണുന്നില്ല? അപ്പോൾ ആരാണ് ഈ ചെടികൾക്ക് പേരിട്ടത്? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേർക്ക് മനസ്സിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു, ആരാണ് ഈ ചെടികൾക്ക് വാഴയ്ക്ക് വാഴ എന്ന് പേരിട്ടത്? ആരാണ്? തെങ്ങിന് തെങ്ങ്, കൊള്ളാം. ആ വാഴ കോമ്പിനേഷൻ കൊള്ളാം. ആ വാഴയ്ക്ക് വാഴ, പെർഫെക്റ്റ്. ആ വാഴയ്ക്ക് വരാൻ ചെമ്പരത്തിന്ന് വാഴ ഇട്ടിരുന്നെങ്കിൽ, തെങ്ങിന് വാഴയെന്ന് പറഞ്ഞ് പേരിട്ടെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി. കാലമായിട്ട് നമ്മുടെ ലിസ്റ്റുള്ള ചെടിയാണ്. അതൊരു ഡിഫറൻറ്റ് ചെടിയാണ്. എങ്ങും കാണത്തില്ല ആ ചെടി, എങ്ങും കാണത്തില്ല. രണ്ട് ഇതാണ് ആ ചെടി. ഇത് എവിടെ നോക്കിയാലും ഇതാണ്. എവിടെ നോക്കിയാലും രണ്ട് ഈ ചെടി, എവിടെ നോക്കിയാലും. ശരിക്കും പറഞ്ഞേ, ഇവിടെ നോക്കിയാൽ ഈ ചെടി, ഇവിടെ നോക്കിയാൽ ഈ ചെടി, ഇവിടെ നോക്കിയാൽ ഈ ചെടി. അപ്പോൾ എവിടെ നോക്കിയാലും ചെടികളാണ്. അപ്പം ഈ ചെടിക്ക് മാത്രം നമ്മുടെ ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ജയാമ്മയുടെ വീട് സന്ദർശിക്കാം കേട്ടോ. പണ്ട് ഞാൻ എപ്പോഴും കളിച്ചു വളർന്നൊരു വീടാണ്. നമ്മുടെ പാവക്കുട്ടനാണ് ഗൈസ് ജയാമ്മ. അമ്മമ്മ ഒരായി പറഞ്ഞ അമ്മമ്മ. ഹായ് പറ. ഹായ്. വലിയ ഫാനാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ വലിയ ഫാനാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അമ്മമ്മ? യൂട്യൂബ് ചാനൽ ഞാനുണ്ടെന്ന് ബാക്കിയിരുന്നു. വാവേര് ഹായ് പറഞ്ഞു. ഹായ്. അവിടെ പേരെന്തുവാ? പേര് ഹായ് പറഞ്ഞു. ചിരിക്കുന്നില്ല, എന്തുവാന്ന് നോക്കുക. പരിപാടി എന്ന് പറഞ്ഞാൽ പലതരം ഒരു ക്യാമറയും പല പോലെ കണ്ടന്റ്. ചെടികളെ പറ്റി 2 വാക്ക് അമ്മ എന്ന് പറഞ്ഞു. ചെടികളെ പറ്റി ഇത് ഇന്നത്തെ കണ്ടത്. ചെടികളെ പറ്റി ചെടി 2 വാക്ക് ചെടികളെ പറ്റി. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എന്താ ചെടികളുടെ വ്യത്യാസം? ചെടികളുടെ വ്യത്യാസം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരും.
ചെടിയെ റോസാ ചെടിയാണെങ്കിൽ ആ പണ്ടൊക്കെ കാലത്ത് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കും. ആ വെട്ടി ഒതുക്കി കൊടുക്കാതെ നിർത്തിയേക്കും. പക്ഷെ ഇന്നോ ഇപ്പൊ അങ്ങനല്ല, വെട്ടി പിന്നെ ക്ലീനാക്കി നിർത്തും. അതേപോലെ 2-3 പോലെ പൂക്കൾ. പക്ഷെ പണ്ടത്തെ പോലെ ഇപ്പൊ ആൾക്കാർ ചെടിയെ നോക്കുന്നില്ലേ? ചെടിയെ നോക്കുന്നില്ല. ചെടി നോക്കുന്നൊന്നും പറഞ്ഞാൽ പക്ഷെ കൊറോണ സമയത്ത് എല്ലാരും നോക്കുന്നില്ലായിരുന്നു ചെടിയെ. കൊറോണ സമയത്ത് ചെടി അന്ന് പിന്നെ വയ്യാതെ കിടക്കുന്നവരൊക്കെ എങ്ങനെ ചെടി നോക്കാന് ശരിയാ നോക്കും. നോക്കും, എല്ലാരും നോക്കും. അപ്പൊ അമ്മയ്ക്കും, കാരണം അമ്മയ്ക്കും ഭയങ്കര ക്രൈസ് ആയിരുന്നു ചെടിയോട്. നാളെ അമ്മ പറയുന്നത് ഇഷ്ടമാ അല്ലേ? അതാണ് കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ അതൊക്കെ വേണം. പറ ചെടികളെ പറ്റി 2 വാക്ക്. ഇങ്ങനെ ലോഡ് വിട്ടോണ്ടിരിക്കുക. അങ്ങോട്ട് ചെടികളെ പറ്റി 2 വാക്ക് പറയും. അങ്ങോട്ട് കൺഫ്യൂഷനില്ല. ആരാ ഈ സാധനം നോക്കുന്നത്? ഇറങ്ങിയാണ് കഴിച്ച് ഇവിടുന്ന്. നമ്മുടെ അമ്മുമ്മ വളരെയധികം നമ്മുടെ ചെടികളുടെ പ്രത്യേകത പറഞ്ഞു തന്നു അല്ലേ? ചെടികളുടെ പ്രത്യേകത പലതരം ചെടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അടുത്തതായിട്ട് നമ്മുടെ ആകർഷിച്ചിരുന്ന അടുത്തൊരു ചെടിയാണ് ഗൈസ് ഈ മണി പ്ലാന്റ്. ജയാമ്മ കാത്തു സൂക്ഷിച്ച് വളർത്തിയ ഒരു ചെടിയാണ് ഗൈസ് ഇത്. അവൻ അടിപൊളിയായിട്ട് ലിറ്ററലി അത് കെയർ ചെയ്തിട്ടുണ്ടെന്നാണ് ദാറ്റ്സ് ദ ട്രൂത്ത്. നമ്മുടെ അടുത്ത ചെടിയെ പരിചയപ്പെടുകയാണ് ഞാൻ. ഓ എത്ര തരം ചെടികളാണ് ഗൈസ്. നിക്ക് നീക്ക്. ഒരുത്തൻ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓടി ഗൈസ്. അപ്പം പറഞ്ഞു ഒരുപാട് ചെടികൾ നമ്മുടെ ലോകത്ത് സത്യം പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് കണ്ടുവരുന്ന അടുത്ത 5ാമത്തെ ലിസ്റ്റിൽ നമ്മുടെ ലിസ്റ്റ് 5 വരുന്നുണ്ട്. ഞാൻ ഈ സാധനം ഞാനിപ്പോൾ അടുത്ത് കാണിച്ചു തരാം. ഇത് വേണ്ട. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കാട്ടുചേമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. കാട്ടുചേമ്പ്. ഈ കാട്ടുചേമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കാട്ടി വളരുന്നൊരു ചേമ്പാണ്. അങ്ങനല്ലേ? അതുകൊണ്ടല്ലേ കാട്ടുചേമ്പ് ഇട്ടത് അല്ലേ? അരി ദാറ്റ് മേക്ക് സെൻസ് ബ്രോ, ദാറ്റ് മേക്ക് സെൻസ്. കണ്ട് ഒരുപാട് പണ്ട് പോലെ കേട്ടോ. എൻ്റെ കൊച്ചിലെ പ്രായം മുതൽ കാട്ടുചേമ്പ് എന്ന് പറഞ്ഞ സാധനം. പക്ഷേ അതിനകത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നല്ലേ? പലതരം ചേമ്പില്ലേ? എനിക്കൊന്ന് പലതരം ചേമ്പുണ്ട്. കഴിക്കാൻ പറ്റുന്ന ചേമ്പുണ്ട്, കഴിക്കാൻ പറ്റാത്ത ചേമ്പുണ്ട്. ലിറ്ററലി അങ്ങനെ ഉണ്ട് അല്ലേ? അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ഏറ്റവും ഐക്കോണിക്കായിട്ട് എനിക്ക് തോന്നിയ, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഏറ്റവും ഐക്കോണിക്കായിട്ട് എനിക്ക് തോന്നിയ സംഭവമാണ് ഈ ചെടി. മോനെ ഈ ചെടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ കളർ മഞ്ഞ കളർ വിഷയമാണ് കേട്ടോ. ഇത് പിരിഞ്ഞോ ഞാൻ എന്ത് രസമാണെന്നറിയാവോ? എന്ത് രസമാണെന്നറിയാവോ മോനെ ഇത് വളർന്നു കഴിഞ്ഞാൽ? മോനെ പൊളിക്കാച്ചി. നമ്മളങ്ങ് ആസ്വദിച്ച് നിൽക്കും അതിൻ്റെ മുമ്പിൽ. ആസ്വദിച്ച് ഞാൻ നിൽക്കാറില്ല, പക്ഷെ നിൽക്കുന്നവരുണ്ട് കേട്ടോ. നിൽക്കുന്നവരുണ്ട് ഈ ചെടി കയറി നിന്നൊക്കെ നിൽക്കുന്നവരുണ്ട്. ഈ കാട്ടുചേമ്പ് എൻ്റെ പൊന്നെ കാട് കണക്കിന് കിടക്കുന്നു. ലിറ്ററലി എന്താണ് ഇത്രയും ചേമ്പ് വരാനുള്ള കാരണം കാട്ടുചേമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാട് കണക്കിന് വളരും. അതാണ് കാട്ടുചേമ്പ്. അതുകൊണ്ടല്ലേ ഗൈസ് ഞാൻ കാണിച്ചു തരാം. കാട് കണക്കിന് കണക്കിനാണ് ഗൈസ് ഈ ചേമ്പ് വളർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാട്ടുചേമ്പ് എന്ന് തോന്നുന്നത്. ഞാൻ പഠിച്ചു ചെടികൾ ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് നമ്മുടെ കൺമുമ്പിലേക്ക് വരുന്ന സാധനമാണ് ഗൈസ്. സമയം ഇപ്പോൾ 7 മണി ആവാറുണ്ട്. 7 മണി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇരുട്ടിപ്പൊക്കെ നമുക്ക് കാണും കേട്ടോ. നമുക്ക് ലൈറ്റ് ഇട്ടേക്കാം. നമുക്ക് ലൈറ്റ് ഇടാം കാരണം എന്നാലേ എന്നെ കാണത്തുള്ളൂ. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. എന്നെ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ കൺമുമ്പിലേക്ക് വരുന്നതാണ് ഈ സാധനം. ഇതാണ് ടർട്ടിൽ വൈൻ. ഇത് കാണുമ്പോഴാണ് എൻ്റെ കൊച്ചുമ്മച്ചി പറയുന്നത്, മോനെ ഇത് നമ്മുടെ പണ്ട് നമ്മുടെ പോച്ചൊക്കെ പറിക്കാൻ കാണുന്ന സാധനമാണ് ടർട്ടിൽ വൈൻ. പണ്ട് പോച്ചൊക്കെ പറിക്കാൻ ഒരു കാണുമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചെടി. നിന്ന് മണി പ്ലാന്റ് കണ്ട് ഇവിടെ ഉണ്ട്. നൈസ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 7ാമത്തെ സാധനമാണ് മണി പ്ലാന്റ്. എന്താണ് മണി പ്ലാന്റ്? പക്ഷേ ഇത് പണ്ട് എൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊരു 2ാം 3ാം ക്ലാസ്സിലൊക്കെ മണി പ്ലാന്റ് കൊണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്നാണ് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ. പക്ഷേ സത്യമായിരുന്നു ആ തെറ്റിദ്ധാരണ. എനിക്ക് ആ തെറ്റിദ്ധാരണയായിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. കാരണം കാശ് വന്നിട്ടില്ല. ഞാനത് നട്ടുപിടിപ്പിച്ചു. എന്തിനു പറയുന്നു, മരത്തിൽ വരെ ഞാൻ നട്ടുപിടിപ്പിച്ചു. ഇപ്പോൾ കണ്ട മതിൽ വേര് കൊണ്ട് വെച്ചു. കണ്ട ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഈ വേരിങ്ങനെ ഇളക്കും ഞാൻ. കാശ് വരുന്നില്ല. ഫേക്കാണ് വെറുതെ പരത്തല്ലേ. മണി പ്ലാന്റ് ഒന്നും അല്ല ഈ സംഭവം. നോൺ മണി പ്ലാന്റ് ആണ്. നോൺ ഗീവിങ് മണി പ്ലാന്റ് ആണ് ഈ സംഭവം. അപ്പോൾ ഇവിടെ ലിസ്റ്റിൽ 8ാമത്തെ സാധനമാണ് ഈ ചെടി. എൻ്റെ വീട്ടിലിരിക്കുന്ന ഏറ്റവും നല്ല ഇത് ഗൈസ്. ഇത് ചെടിയല്ലേ, ഏതാണ്ട് കറി വെക്കാൻ പറ്റുന്ന ഞാൻ തോന്നുന്നു.
ദിസ് ഈസ് നോട്ട് ചെടി. ഇത് കറി വെക്കുന്നതിനായിട്ട് ഒരു കറിയാന്നാണ് പറയുന്നത്. കറി വെക്കുന്നതിനായിട്ട് ചെടിയാന്നാണ് പറയുന്നത്. അടുത്ത് കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ വെമ്പൻ വിലയ്ക്ക് വിറ്റിരുന്ന സംഭവമാണ് അന്ന് പാമ്പ് ചെടി എന്ന് കേട്ടുണ്ടോ ഗൈസ്? അടുത്ത സ്നേക്ക് പ്ലാന്റ് എന്ന് കേട്ടുണ്ടോ? സ്നേക്ക് പ്ലാന്റ്. ഓ, കാണുമ്പോൾ തന്നെ ഒരു പാമ്പിൻ്റെ ലുക്ക് ഉണ്ടല്ലേ. പണ്ട് ഇതിനൊക്കെ ഞാൻ ഓടുവരുന്നേ. യോ ഗൈസ്, അങ്ങനെ ഇപ്പം നമ്മുടെ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കെന്താ വ്യത്യാസം? അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ചെടി സീരീസ് തീരുന്നില്ല, നമുക്ക് പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പരിചയപ്പെട്ടു. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 7 ആയി ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു അല്ലേ? വിഷയമാണ് മോനെ സ്നേക്ക് പ്ലാന്റ്. അതെ, നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടുത്താനുള്ളത് ആർക്കൊക്കെ ക്രിസ്മസിനെന്ന് വെക്കുന്ന ക്രിസ്മസ് ട്രീ അറിയാം? പ്ലാസ്റ്റിക് അല്ല മച്ചാന്മാരെ, പ്ലാസ്റ്റിക് അല്ല. ഞാൻ പറയുന്നത് ഒറിജിനൽ പ്യുവർ ക്രിസ്മസ് ട്രീ. എത്ര പേർക്ക് അറിയാം? അച്ചാറൊന്നുമല്ല, പ്യുവർ എന്നും പറയാം. ഇറ്റ്സ് എ കോംപ്ലിമെൻ്റൽ വേർഡ്. ഇതാണ് ഗൈസ്, കണ്ട? ഇതിലെ തൊട്ടാൽ തന്നെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒരു ക്രിസ്മസിൻ്റെ ഓർമ്മ കടന്നു വരും. എനിക്ക് വരുന്നില്ല. നല്ല ട്രീ ആട്ടോ, നല്ല കാണുന്നുണ്ടോ? നല്ല ഇതളുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സൂപ്പർബ് സാധനമാണ്. സൂപ്പർബ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 10ാമത്തെ ഐറ്റമാണ് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ. 10th ഐറ്റം. നെക്സ്റ്റ് ഫ്രീക്കിൻ ഐറ്റം വേണ്ടിയത് ഗൈസ്. എൻ്റെ പൊന്നളിയ, സത്യം പറ, പണ്ടൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എവിടെയൊക്കെ പോകുമ്പോൾ ഈ കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സാധനം കിടക്കുന്ന കാണാം. കേരളീയ മലമേഖലയിൽ പത്തനംതിട്ട, അടൂർ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇത് ഇഷ്ടക്കണക്കിനുണ്ട് ഗൈസ്, ഇഷ്ടക്കണക്കിനുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ല, അവിടെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ ചെടിയായിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് സോ സൂപ്പർബ് ഐറ്റം ഗൈസ്. അടുത്ത് നമ്മുടെ ലിസ്റ്റിലെ 12ാമത്തെ ഐറ്റം, 12th ഐറ്റം, 12th ആൻഡ് ദ ലാസ്റ്റ് ഐറ്റം. ഇതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മച്ചന്മാരെ സങ്കടപ്പെടല്ലേ, ഇതിലൂടെ കണ്ടിട്ട് പോയാൽ മതി. ഇതിൻ്റെ പേര് നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ കൺപോസിന് വിടാവുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് 12th ഐറ്റം ദിസ്. മോനെ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് മറ്റേ ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കത്തില്ല, എൻ്റെ ചിറക് പോലും ഉണ്ട്. സത്യം പറയല്ലോ, ഞാൻ കാണിച്ചത് ഉള്ളതെല്ലാം കൂടെ ഇളകി. അപ്പം സത്യം പറഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ചിറക് പോലില്ലേ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറാണ് ഗൈസ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ കളർ. അപ്പോൾ നമുക്കതിൽ കുറച്ച് വളർത്തി നല്ല ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്, നല്ല ചന്തമാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിട പറയുകയാണ്. ഞാൻ കുറേ നാളിന് ശേഷം ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ മനസ്സിനൊരു കുളിമയായി. താങ്ക് യു. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ചെടി പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പറയുക. ആൻഡ് അടുത്ത കോണ്ടൻറ്റ് എന്താണെന്ന് നിങ്ങൾ പറയുക. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്വസ്റ്റ്യൻസിലെല്ലാം ആൻസർ പറയണം. എന്തുകൊണ്ട് 6-7 മണി വന്നില്ല? പിന്നെ എൻ്റെ അടുത്ത ചോദ്യം എന്താണ്, ആരാണ് ഈ പേരൊക്കെ ഇട്ടത്? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യമെന്ന് പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ ഫുൾ കണ്ടാൽ മനസ്സിലാവും. സോ ലവ് യു ഗൈസ്. ബൈ.